ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇടിച്ചക്ക ഒന്ന് നോക്കിയിട്ട് വരാം. ഇടിച്ചക്ക അല്ല പൊട്ടുന്ന ടൈമല്ലേ ഇപ്പോൾ, പൊട്ടുന്നേ ഉള്ളൂ. ഇടിച്ചക്ക കൊടുക്കറല്ലി സൈഡിക്കല്ലോ ആയിട്ടുണ്ട്. നമ്മൾ അന്ന് അച്ഛൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഇത്ര വലുത് കണ്ട്. മുളകായിട്ടുണ്ട്. ഇത് മൂത്തിട്ടില്ല, ചള്ള്. ഇപ്പോ ചക്കയ്ക്ക് വന്ന് നോക്കാൻ നേരത്ത് മുളകാണ് കണ്ടത്. അപ്പൊ ഇതാ മുളക്. ഇനി ഇത് മാർച്ച് ടൈമെല്ലാം ആവുമ്പോഴാണ് പറിക്കുന്നത്. അതെ, ഇത് ചള്ള് ചള്ള് പാല് തെറിക്കുന്നുണ്ട്. കുറച്ച് എരിവുണ്ട്, ചെറുങ്ങനെ എരിവ്. ഇഞ്ഞ പോലെ പൂവായിട്ടുണ്ടാവും. അതിനെല്ലാം പറിച്ചിടും. പറിച്ചിട്ടിട്ട് ഇഞ്ഞി വരുന്ന പൂവിനെ വെക്കും. അതിൽ കാപ്പിയാവും. ചെടി ആരോഗ്യം. അതെ അതെ, ഒരു കൊള്ളത്തിന്റെ പൂവ് എടുക്കുമല്ലോ. ഇതിൽ പൂവായോണ്ടുണ്ട്. നോക്ക്, ഇപ്പൊ മഴ വന്നല്ലേ ഇടയ്ക്ക്, അതിന് വരുന്നത് പൂവ്. അവിടെ നോക്ക്, വലട്ടെ ഓറഞ്ച്. ഓറഞ്ച് അതെ അതെ, അതെ 4 എണ്ണം ഉണ്ടല്ലേ. പറിക്കണ്ട, കറക്റ്റ് പുളി. ഇത് കുറച്ച് പൗത്തുണ്ട്. അതെ അതെ, എന്തറിയാ, ഫ്രഷ് അല്ലേ ഇത്. ഒരു കെമിക്കൽ ആവട്ടെ ഒന്നും ഇല്ലാതെ തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് ജാസ്തി ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബായിൽ വെള്ളം വരുന്നുണ്ട് വലട്ടെ. ഈ ഉപ്പും കാന്താരി മുളകും എന്നല്ല പറഞ്ഞാലേ. അത്ര മേലുണ്ടല്ലോ. അത് ഇനി ഒരു 2 ആഴ്ച ആവണല്ലേ വരട്ടെ. എല്ലാ കിളികൾ തിന്നിട്ട് എല്ലാ വെറും അതിന്റെ തണ്ട് മാത്രം ഉണ്ട്. നമ്മൾ തോട്ടത്തിലേക്ക് വന്നാല് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമല്ലോ. ഞങ്ങൾ വന്നത് എന്ത്, ഇടിച്ചക്ക. ഇപ്പൊ ഇടിച്ചക്ക ഇല്ല, ഇടിച്ചക്ക ഒന്നും അവിടെ ആയിട്ടുണ്ട്. കുറച്ചൊരു ഇത്ര എണ്ണേ ഉള്ളൂ. 2 ആഴ്ചയും കൂടെ കഴിഞ്ഞാല് ഇടിച്ചക്കല് റെഡിയാവും. അങ്ങനെ ഇപ്പൊ നമുക്ക് കാന്താരി മുളക് കിട്ടി, ഒന്ന് കാക്കച്ചപ്പ് കിട്ടു, എന്തെങ്കിലും ഒരു സാധനം കിട്ടിയേ കിട്ടും. അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവറ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെടിയിൽ നോക്ക്, കാപ്പി വിട്ടിട്ട്. ഇതെന്തോ ഇതിന്റെ പൂ കളയാൻ വേണ്ടി മറന്നു തോന്നുന്നേ. ഇവിടെ നോക്ക് പോലത്തെ കാപ്പി പഴുക്കാനായിട്ട് കളർ വന്ന്. ഇത് കായ്, കട്ടൻ കായ്. ഇല്ല, ചെറിയ ചെടിയിൽ പൊട്ടുന്നല്ലേ. അതെ അതെ, കാട്ടിയെല്ലാം ഇറങ്ങണ കാട്ടാണ് കുറവ്. കാട്ടി ജാസ്തി. അതെ, ചക്ക ടൈം വരുന്ന കാട്ട് ആന വരണമെങ്കിൽ ഇപ്പൊ കാട്ടി. അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് പോയി കളയാം. നായി കുറയ്ക്കാൻ തുടങ്ങും. ഒരു 6-7 മണിയാകുമ്പോൾ പേടിയാവും. തെരഞ്ഞതിന് ഒരു ചക്ക കിട്ടി. എനിക്ക് അവിടുന്ന് ദൂരത്തുനിന്ന് നോക്കുമ്പോ ഒരു കമ്പ് ഇങ്ങനെ ഇതായ മാതിരി കണ്ട്, അടുത്ത് വന്ന് നോക്കുമ്പോ ഒരു ചക്ക. അതാ ഇതെവിടെ താഴെ നിന്നിട്ടേ പറിക്കാതെ. അതെ, പറിക്കട്ടെ. ഇത് അടക്കം വന്നു. ഇത് പൊട്ടിച്ചതനുസരിച്ചിട്ട് അത് ഇത് അടക്കം വന്നു. അപ്പൊ വന്നതില് അല്ലേ. അപ്പൊ ഫസ്റ്റ് ചക്ക അപ്പൊ ഫസ്റ്റത്തെ ചക്ക ഇത് ഈ കൊല്ലത്തിന്റെ അല്ലേ. അതെ, ചക്ക എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തിന്റെ ഫസ്റ്റ് ചക്ക അല്ലേ. അപ്പോൾ നമുക്ക്
ഒരു അടിപൊളി ആക്കാം ചക്കല്. അതെ അതെ അതെ. കൊതു കടിച്ചിട്ട് തൊലിക്കണ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ ഒരു ഗാന്ധി മുളക് ഇടാം. പച്ചാക്ക് പറിച്ചത് ഒരു ഉപ്പിട്ടിട്ട് തിന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? അതിന്റെ ചുണ നോക്കി തെറിക്കണ. നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല. ഇങ്ങനെ ആവില്ല. വാടിയിട്ട് അത് എത്ര ദിവസമായിരുന്നു. അതെ, ഇത് ഫ്രഷ് ഇപ്പൊ കിട്ടിയതല്ല. എന്ത് കളർന്നു. എവിടെ മുളക്? നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ചെയ്യാം. പൊളിക്കുന്നു. ഇതാ മുളകിടാം. ഇതൊരു ഉപ്പൂടാ, കല്ലുപ്പ്. ഇതിങ്ങനെ വെച്ചിട്ട് കൂട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് എങ്ങനെയുണ്ട്? ഞാനൊന്ന് തിന്നണേ. എന്ത് കളറല്ലേ. ഒരു കാന്താരി വെച്ചിന്. എനിക്ക് ബാലേട്ടന്റെ പോലെ പഴുത്തതൊന്നും തിന്നാനാവില്ല. ഇതാ ഒരു കഷ്ണം ഉപ്പും. തിന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ നല്ല തിന്നപ്പോ വാങ്ങണ്ടേ. സൂപ്പർ. അതിന് കുറച്ച് എരിവ് സൂപ്പർ ഉണ്ട്. ചെറുപയർ മുളപ്പിച്ചത് നല്ലതായി. ചെറുപയർ മുളപ്പിച്ചതും ഇടിച്ചക്ക വറവും. ഇപ്പൊ അതിന്റെ മേലത്തെ ഇതെല്ലാം എടുക്കണം അല്ലേ? അപ്പൊ ഇത് അങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഒരു വിസിലാക്കിട്ട് ഇതിന്റെ തോല് പിന്നെ ചെത്തി കളഞ്ഞാലും ആവും. അയ്യാ, നമുക്കിപ്പോ ഇങ്ങനെ ആക്കാം. കുക്കർക്ക് ഇങ്ങനെ 2 കഷ്ണാക്കിട്ട് ഇടല്. അപ്പൊ ഇത് ഇങ്ങനെ മെല്ലെ ചെത്തി കളയണം. ഇത് കൊറേ വലുതല്ലല്ലേ ഇടിച്ചക്ക. മേലത്തെ മാത്രല്ലേ? ഇത്രേ കിട്ടുള്ളൂ. ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കാം. വറവിനല്ലേ കുറച്ച് ചെറുത് ഇത്ര വലിയ പീസാക്കിട്ട് മുറിച്ചിടാം. ചെറുതായിട്ട് കട്ടാക്കി എടുക്കും. നമുക്കിതിനി ഈ പാത്രത്തിലേക്ക് ഇടാം. കുക്കറിൽ വേവിക്കാൻ വെക്കുന്നു. ഫസ്റ്റ് ചെറുപയറ് ഒന്നിച്ചിട്ട് ഇടിച്ചൊക്കെ ഇടും. മുളപ്പിച്ച ചെറുപയറിൻ്റെ ഒപ്പം ഇടിച്ചക്കയും വെള്ളം ഒഴിക്കാം. മതി. ഇതിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. മഞ്ഞപ്പൊടി അപ്പം നമുക്ക് ഇതിനെ വിസിലിട്ടിട്ട് വെച്ചിട്ട് ഒറ്റ വിസിലേക്ക് നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി വെക്കാം. തേങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരിത്ര വെളുത്തുള്ളി, ഇത്ര കാന്താരി മുളക്, കുറച്ച് എരിവ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് കുറച്ച് ജാസ്തി ഇട്ടു. ചെറിയ ജീരകം സ്പൂണായും കൊണ്ട് 1/2 സ്പൂൺ.
കുറച്ച് കരിവേപ്പിൻ്റെ ഇല. കരിവേപ്പിൻ്റെ ഇല കഴുകിയിട്ട് ഇതിലേക്ക് ഇടാം. ഇതിനെ ജാറിലിട്ടിട്ട് ഒരു റയ്യൊന്ന് തിരിച്ചിട്ട് വരാം. പൈസ അറിയാൻ പാടില്ല അതിന്. ഇതിന്റെ എയറെല്ലാം പോയി കുക്കറിന്റെ. അപ്പൊ ഇത് എന്താന്നൊന്ന് നോക്കാം നമുക്ക്. ഒടിഞ്ഞിന്. എന്നിട്ട് നമുക്കിപ്പോ നമ്മളെ അച്ചു വെച്ച മസാലേനെ ഇതിലേക്ക് ഇടാം. വെന്ത് ഒടിഞ്ഞു. നൈസാക്കിട്ടില്ല മസാല, തരി തരി ഉണ്ട്. അപ്പൊ ഇതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടതല്ലേ, ഇനി ഒന്നും ഇടണ്ട. കുറച്ചൊന്ന് ചൂടായ പിന്നെ ഇത് ഇറക്കി വെച്ചിട്ട് കടുകും വെളുത്തുള്ളിയും ഉണക്കമുളകും മൂപ്പിച്ചിട്ടല്ലേ, ഉപ്പും മഞ്ഞപ്പൊടി എല്ലാം ഇട്ടണല്ലേ. ഇതിന്റെ പേരെന്ത്? ഇടിച്ചക്ക വറവ് മാമൂല് അങ്ങനെ തന്നെയല്ലേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പൂണ് കടുക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായി, പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം. ഈ കടുക് ഇതെല്ലാം നമുക്ക് മൂപ്പിച്ചതിന് ഇതിലേക്ക് ഒഴിച്ചു കളയാം. ഒരു മണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റേ വരുന്നത്. അതെ, നല്ല ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചൂടുണ്ട്. സൂപ്പറായി, അടിപൊളി. അടുപ്പത്തെ ഉണ്ടല്ലേ. അടിപൊളി. ഇടിച്ചക്ക കറിയാക്കിയാലും ബലവാക്കിയാലും അത് ടേസ്റ്റേ വരാം. ഇറച്ചി ഇറച്ചി അതിന്റെ മുമ്പിലല്ല. ഗാന്ധിമുളക് ഇട്ടതിനോ കടുക് പൊട്ടിച്ചിട്ടതിനോ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ലെവലത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.